എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വന്നിട്ട് റെസ്റ്റോറൻറ്റുകളിലും കാറ്ററിംഗുകാരും ഒക്കെ തയ്യാറാക്കുന്ന അതേ രുചിയിലും മണത്തിലും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ സ്റ്റൂ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല കുറുകിയ ചാറോട് കൂടി അതേ രുചിയിലും മണത്തിലും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ സ്റ്റൂ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. എന്തിൻ്റെ കൂടെയും സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്നതും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളതുമായ ഈ ഒരു വെജിറ്റബിൾ സ്റ്റൂ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിനു മുൻപ് നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റൂ തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു സവാള ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 10-15 ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എരിവിന് ആവശ്യമായ പച്ചമുളക്, ഞാനിപ്പോൾ ഇവിടെ ഒരു 3 പച്ചമുളക് ചേർക്കുന്നുള്ളൂ, കാരണം എരിവിന് വേണ്ടിയിട്ട് നമ്മൾ വേറെയും ചേർക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഗ്രീൻ പീസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഫ്രോസൺ ഗ്രീൻ പീസ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി ഒരു കുക്കറിലേക്ക് മാറ്റുകയാണ്. പിന്നെ വെജിറ്റബിൾസിൻ്റെ അളവും എണ്ണവും ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താവുന്നതാണ്. ഇനിയിപ്പോൾ ഈ ഒരു വെജിറ്റബിൾസ് എല്ലാം വേണം നിർബന്ധമൊന്നുമില്ല, നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു സ്റ്റൂ തയ്യാറാക്കാവുന്നതാണ്. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു കഷ്ണം പട്ടയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സ്റ്റൂവിന് നല്ലൊരു രുചിയും മണവും ഒക്കെ കിട്ടാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 4 ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഏലക്കയുടെ മണവോ രുചിയോ ഒന്നും ഇഷ്ടമല്ലാത്തവർ നമ്മൾ സ്റ്റൂ ഒക്കെ കഴിക്കുന്ന സമയത്ത് ഇതിങ്ങനെ ഏലക്ക കടിക്കുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കറിയൊക്കെ വെച്ചതിന് ശേഷം ഈ ഏലക്ക നമ്മൾ ബിരിയാണിയിൽ നിന്നൊക്കെ എടുത്ത് മാറ്റുന്ന പോലെ എടുത്ത് മാറ്റാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാനിവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 4-5 കുരുമുളക് ചെറുതായിട്ടൊന്ന് ചതച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു കഷ്ണങ്ങളെല്ലാം ഞാൻ വെള്ളം ഒഴിച്ചല്ല വേവിക്കാൻ പോകുന്നത്, പകരം തേങ്ങയുടെ 2ാം പാലാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൽ നിന്നും ഒരു 1/2 കപ്പ് 1ാം പാൽ മാറ്റി വെച്ചതിന് ശേഷം ബാക്കി വെള്ളവും കൂടി ഒഴിച്ച് 1.5 കപ്പ് 2ാം പാലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടെ ഈ സമയം ചേർത്ത് കൊടുക്കണം, കാരണം ആ ഒരു കറിവേപ്പിലയുടെയൊക്കെ ടേസ്റ്റ് നമ്മുടെ കറിയിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത്. ലാസ്റ്റ് നമ്മൾ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കും. ഇപ്പം നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗ ഓഫാക്കാം. ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ കഷ്ണങ്ങളെല്ലാം ആവശ്യത്തിന് വെന്ത് കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഇവിടെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ബാക്കി ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ഒരു 10-15 കശുവണ്ടി കുറച്ച് സമയം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതിന് ശേഷം നല്ല പേസ്റ്റ് പോലെ അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റൂവിന് ഒരു പ്രത്യേക രുചിയും അതുപോലെ തന്നെ നല്ല കുറുകിയ പരുവത്തിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റൂ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റൂ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരട്ടെ, അതിനുശേഷം ബാക്കി ചേരുവകളും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ സ്റ്റൂ എല്ലാം ഇവിടെ നല്ലപോലെ ഒന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ സ്റ്റൗ ഓഫാക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന 1/2 കപ്പ് തേങ്ങാപ്പാൽ 1ാം പാൽ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സെർവ് ചെയ്യാവുന്നതാണ്. പക്ഷെ കുറച്ചും കൂടി നമുക്ക് ഒരു രുചി കിട്ടാനായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, നെയ്യിൽ കുറച്ച് കശുവണ്ടി ഒന്ന് നമുക്കിതിലേക്ക് ഒന്ന് ഫ്രൈ ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ സ്റ്റൂവിന് നല്ലൊരു രുചിയും മണവും ഒക്കെ കിട്ടാനായിട്ട് സഹായിക്കും. ഇതൊന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഇടിയപ്പം, ദോശ, അതുപോലെ അപ്പം, പുട്ട്, ചപ്പാത്തി, ചോറ് എല്ലാത്തിൻ്റെ കൂടെ നമുക്ക് സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. അതുപോലെ തന്നെ വെജിറ്റബിൾ പുലാവിൻ്റെ ഒക്കെ കൂടെ നല്ലൊരു സൈഡ് ഡിഷാണ്. ഗീ റൈസ് അതിൻ്റെയൊക്കെ കൂടെ നല്ലൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാനും മറക്കരുത്. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നതിലേക്കും ടേക്ക് കെയർ. ബൈ.